ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. ഫിഫയ്ക്കെതിരെ വീണ്ടും വാളെടുത്തിരിക്കുകയാണ് യുവേഫ. എന്താണ് ഫിഫയും യുവേഫയും തമ്മിലുള്ള പ്രശ്നം? പരിശോധിക്കാം. ലോകകപ്പ് അവസാനിച്ചു. ആളുകൂടി, ലാഭം കൂടി, പുതിയ ജേതാവായി. പക്ഷേ സംഘാടകരായ ഫിഫയും പ്രസിഡന്റ് ഇൻഫാന്റിനോയും എയറിൽ തന്നെയാണ്. ഓൾറെഡി ലോകകപ്പിൽ നടപ്പാക്കിയ ഹൈഡ്രേഷൻ ബ്രേക്ക് അടക്കമുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങൾ ഒരു വശത്ത്, റഫറിംഗ് വിവാദങ്ങൾ മറുവശത്ത്. ഇതിനോടൊപ്പം ഇതുവരെ ആരും ഭാവനയിൽ പോലും കാണാത്ത അപകടകരമായ ഒരു കളിക്ക് തിരികൊളുത്തിരിക്കുകയാണ് ഫിഫ. യെസ്, നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന വേൾഡ് കപ്പ് ഇനി നിങ്ങളുടേതോ ഫിഫയുടേതോ അല്ല, അത് കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ പോകുന്നു. ഫിഫ തലവൻ ജിയാനി ഇൻഫാന്റിനോ ലോകകപ്പിൻ്റെ അവകാശങ്ങൾ സ്വകാര്യ മുതലാളിമാർക്ക് വിൽക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ വൻ ഭൂകമ്പമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. $20 ബില്യൺ, അതായത് 1.6 ലക്ഷം കോടി രൂപ മൂല്യമുള്ള ഫിഫ ഫോർവേഡ് എൻ്റർപ്രൈസ് എന്ന പുതിയ കമ്പനി രൂപീകരിക്കാൻ ഫിഫ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 20% ഓഹരികൾ വിറ്റ് $4.2 ബില്യൺ സ്വകാര്യ നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുകയാണ് ലക്ഷ്യം. എന്താണ് ഈ പുതിയ ഫിഫ ഫോർവേഡ് എൻ്റർപ്രൈസ്? വേൾഡ് കപ്പ് അടക്കമുള്ള ടൂർണമെൻറ്റുകളുടെ ബ്രോഡ്കാസ്റ്റിംഗ്, സ്പോൺസർഷിപ്പ്, ടിക്കറ്റിംഗ്, ലൈസൻസ് തുടങ്ങിയ എല്ലാ വാണിജ്യാവകാശങ്ങളും നിയന്ത്രിക്കാനുള്ള ഒരു പ്രത്യേക സബ് കമ്പനിയാണിത്. ഇതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഫിഫക്കായിരിക്കുമെങ്കിലും ചരിത്രത്തിൽ ആദ്യമായി സ്വകാര്യ നിക്ഷേപകർക്ക് ഇതിൽ ഓഹരികൾ വാങ്ങാൻ അവസരം നൽകുകയാണ്. ഇൻഫാന്റിനോ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഫുട്ബോളിൻ്റെ ജനാധിപത്യവൽക്കരണം എന്നാണ്. പുറത്തു നിന്നുള്ള ഈ നിക്ഷേപത്തിലൂടെ അംഗരാജ്യങ്ങൾക്ക് അധിക ഫണ്ടായി ഏകദേശം 191 കോടി രൂപ വീതം നൽകാനാകുമെന്നാണ് ഫിഫയുടെ വാദം. ഭാവിയിൽ മൊത്തം 83,000 കോടി രൂപയോളം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ വികസനത്തിനായി വിതരണം ചെയ്യാനാകുമെന്നും ഫിഫ അവകാശപ്പെടുന്നു. കേൾക്കുമ്പോൾ നല്ല കാര്യമെന്ന് തോന്നാം. എന്നാൽ ഫിഫ കൗൺസിലിലെ പ്രധാന അംഗങ്ങളെപ്പോലും അറിയിക്കാതെ രഹസ്യമായാണ് ഈ പദ്ധതി തയ്യാറാക്കിയത് എന്ന ആരോപണമുണ്ട്. തൻ്റെ പ്രസിഡന്റ് കാലാവധി തീരുമ്പോൾ വൻ തുക ശമ്പളമുള്ള ഈ പുതിയ കമ്പനിയുടെ CEO പദവിയിലേക്ക് മാറാനുള്ള ഇൻഫാന്റിനോയുടെ തന്ത്രമാണിതെന്നും ആക്ഷേപമുയരുന്നു. വാർത്ത പുറത്തു വന്ന നിമിഷം തന്നെ യുവേഫ ഒന്നും നടക്കില്ലെന്ന് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഫുട്ബോളിൻ്റെ ആത്മാവിനെ കച്ചവടം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതിൽ നിന്നും ഇൻഫാന്റിനോ പിന്മാറിയില്ലെങ്കിൽ അടുത്ത ലോകകപ്പ് ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് യുവേഫയുടെ പ്രഖ്യാപനം. എന്നാൽ ഈ വിഷയത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ആംഗിൾ രാഷ്ട്രീയമാണ്. ഈ $4.2 ബില്യൺ നിക്ഷേപ ഗ്രൂപ്പിന് നേതൃത്വം നൽകാൻ പോകുന്നത് ത്രൈവ് എറ്റേണൽ എന്ന അമേരിക്കൻ ഫണ്ടാണ്. ഇതിൻ്റെ പ്രധാന നിക്ഷേപകനായി പരിഗണിക്കപ്പെടുന്നത് ജോഷ് കുഷ്നറാണ്. ആരാണ് ഈ ജോഷ് കുഷ്നർ? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ ജാരഡ് കുഷ്നറുടെ സ്വന്തം സഹോദരൻ. വാൾസ്ട്രീറ്റിലെ വൻതോക്കായ JP മോർഗൻ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന ഈ ഡീലിൽ വൻകിട അമേരിക്കൻ മൂലധന ശക്തികൾക്ക് ഫുട്ബോളിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുക്കുകയാണ് ഫിഫ. ട്രംപും ഇൻഫാന്റിനോയും തമ്മിലുള്ള അടുത്ത ബന്ധം ഫുട്ബോളിനെ നശിപ്പിക്കുമെന്ന ആരോപണം ശക്തമാണ്. ട്രംപിൻ്റെ ഗൾഫ് പര്യടനത്തിൽ പങ്കെടുക്കാൻ സ്വന്തം ഫിഫ കോൺഗ്രസ് വരെ വൈകിപ്പിച്ച ആളാണ് ഇൻഫാന്റിനോ. ഇപ്പോൾ വേൾഡ് കപ്പ് തന്നെ ട്രംപിൻ്റെ കുടുംബവുമായി ബന്ധമുള്ള കമ്പനിക്ക് വിൽക്കാൻ പോകുന്നു. ഇത് വെറുമൊരു കച്ചവടമല്ല, വൻ രാഷ്ട്രീയ കളി കൂടിയാണ്. ഓൾറെഡി അമേരിക്കൻ ലോകകപ്പിൽ ഫിഫ വരുത്തിവെച്ച വിവാദങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കലിപ്പുണ്ട്. ഒരു വശത്ത് അമേരിക്കൻ താരം ഫോളറിൻ ബലോഗിന് ലഭിച്ച റെഡ് കാർഡ് ട്രംപ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഫിഫ റദ്ദാക്കിയെന്ന വാർത്ത. ഫിഫയുടെ പുതിയ പരിഷ്കാരങ്ങളും ഉയർന്ന ടിക്കറ്റ് റേറ്റും അടക്കമുള്ള വിവാദങ്ങൾ വേറെയുമുണ്ട്. ഇതിലെല്ലാം പ്രതിഷേധിച്ച് യുവേഫ പ്രസിഡന്റ് അലക്സാണ്ടർ ചെഫറിൻ വേൾഡ് കപ്പ് ഫൈനൽ മത്സരം ബഹിഷ്കരിച്ചിരുന്നു. ഇപ്പോൾ ഈ വിൽപ്പന നീക്കം കൂടി വന്നതോടെ യുവേഫ ആഞ്ഞടിക്കുകയാണ്. ഫുട്ബോളിൻ്റെ ആത്മാവും ഭരണനിർവഹണവും കച്ചവടം ചെയ്യാനുള്ള സ്വത്തുക്കളല്ല. നമ്മളാരും ഫുട്ബോളിൻ്റെ ഉടമസ്ഥരല്ല. അത് വിൽക്കാൻ ഫിഫയ്ക്ക് യാതൊരു അവകാശവുമില്ല. യുവേഫ ആഞ്ഞടിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേണാമും പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്വകാര്യ നിക്ഷേപകർ വന്നാൽ ഭാവിയിൽ അവർ ലാഭം മാത്രം ലക്ഷ്യമിട്ട് ലോകകപ്പ് 2 വർഷത്തിലൊരിക്കലാക്കും. ടീമുകളുടെ എണ്ണം കൂട്ടും. ഇത് യൂറോപ്യൻ ലീഗുകളെ ഇല്ലാതാക്കുമെന്നൊരു ഭയം കൂടി യുവേഫക്കുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഫിഫയ്ക്ക് മറുവാദവുമുണ്ട്. നിലവിൽ ഫുട്ബോളിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ യൂറോപ്പിലെ ഏതാനും സമ്പന്ന രാജ്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. യൂറോപ്പിന് പുറത്തുള്ള ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, കരീബിയൻ രാജ്യങ്ങൾ എന്നിവയിലെ ഫുട്ബോൾ വികസനത്തിന് കൂടി പണം ഇറക്കണമെന്നാണ് ഫിഫ പ്ലാൻ. ക്ലബ് ലോകകപ്പ് അടക്കമുള്ളവയും അതിൻ്റെ ഭാഗമായിരുന്നു. സ്വകാര്യ നിക്ഷേപകർക്ക് മൈനോറിറ്റി സ്റ്റേക്ക് മാത്രമേ നൽകൂ എന്നും ടൂർണമെൻറ്റ് ഘടന, മാച്ച് കലണ്ടർ, റഫറിംഗ്, മത്സര നിയമങ്ങൾ തുടങ്ങിയ സകല തീരുമാനങ്ങളുടെയും പൂർണ്ണ പരമാധികാരം ഫിഫയിൽ തന്നെയായിരിക്കുമെന്നും ഇൻഫാന്റിനോ ഉറപ്പു നൽകുന്നു. ലോകകപ്പിനെ വിമർശിച്ചവർക്കെതിരെ ഇൻഫാന്റിനോ ഇൻസ്റ്റഗ്രാമിലൂടെ ആഞ്ഞടിക്കുന്നതും കണ്ടു. ഫിഫയിലെ 211 അംഗരാജ്യങ്ങളിൽ ഭൂരിഭാഗവും സാമ്പത്തിക സഹായത്തിനായി ഫിഫയെ ആശ്രയിക്കുന്ന ചെറിയ രാജ്യങ്ങളായതിനാൽ വോട്ടിങ്ങിലൂടെ ഈ പദ്ധതി പാസാക്കിയെടുക്കാൻ ജിയാനി ഇൻഫാന്റിനോക്ക് സാധിച്ചേക്കാം. എന്നാൽ യൂറോപ്പിലെ 55 അംഗരാജ്യങ്ങൾ ഒന്നടങ്കം എതിർപ്പുയർത്തുമ്പോൾ അത് എളുപ്പമാകില്ല. യൂറോപ്പിനെ പിണക്കി ഒരു നിലനിൽപ്പ് ഫിഫയ്ക്ക് നിലവിൽ സാധിക്കില്ല. ഇതിൻ്റെ തുറൽച്ചലനങ്ങൾ എന്തൊക്കെയാകും? കാത്തിരുന്ന് കാണാം.